ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് റൈസ് ക്രീമാണ് കേട്ടോ. അതായത് അരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ക്രീമാണിത്. ഈ ഒരു ക്രീം യൂസ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും ചുളിവുകളൊക്കെ മാറിയിട്ട് ചെറുപ്പമായിട്ട് ഇരിക്കാനും പിന്നെ നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണിത്. കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണിത്. എന്നും നല്ല ചെറുപ്പമായിട്ട് ഒരു ആൻറ്റി ഏജിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന ഒരിക്കലും വെറുതെ ആവില്ല, അത്രയും ഗുണങ്ങൾ തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത്, ആർക്കൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. റൈസ് ക്രീം തയ്യാറാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിയാണ്. ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ വെക്കുന്ന അരിയോ അല്ലെങ്കിൽ ബസ്മതിയുടെ അരിയോ ഒക്കെ എടുക്കാവുന്നതാണ്. വൈറ്റ് റൈസ് എടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന മൂടരി എന്നൊക്കെ പറയില്ലേ, അതല്ല എടുക്കേണ്ടത്. ഇങ്ങനെ പച്ചരി പോലെ വൈറ്റ് റൈസ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്പൂൺ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കണം. ഒരു 3 മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർക്കാൻ വയ്ക്കണം. ഇപ്പോൾ അരി കുതിർക്കാൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കളയേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ അരി അരിച്ചെടുക്കേണ്ടത്. എന്നാൽ ഒരുപാട് അളവിൽ വെള്ളം ചേർക്കുകയും വേണ്ട. അരി അരിഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള ആ ഒരു വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരിയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഒട്ടും തരിപ്പൊന്നും പാടില്ല. അത്രയും നൈസായിട്ടുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ആ ഒരു തരിപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തരി പോലെ തോന്നും. അതുകൊണ്ടാണ് തരിപ്പ് ഒട്ടും കൂടാതെ അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അരി അരച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരു ക്രീമിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അടിയിൽ പിടിക്കാത്ത ഒരു പാത്രം എടുക്കാം കേട്ടോ. എപ്പോഴും നോൺ സ്റ്റിക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊട്ടും കട്ട കൂടാതെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയായിപ്പോവും. അതുകൊണ്ട് പതുക്കെ മാത്രം കുറുക്കിയെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ അരിയുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവും. ഇപ്പോൾ ക്രീമിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ തണുക്കാൻ വയ്ക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വയ്ക്കുക, അല്ലെങ്കിൽ സെറ്റായി പോവും. ഇപ്പം നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അലോവേര ജെല്ലാണ്. നമുക്കൊരു ക്രീമിൻ്റെ പരുവത്തിൽ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അലോവേര ജെല്ല് എടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള അത്ര അലോവേര ജെല്ല് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമുക്കൊരു ക്രീം പോലെ ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അരിയുടെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും ചുളികൾ വരാതിരിക്കാനും ഇനി ചുളികൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും പിന്നെ മുഖക്കുരുള്ളവർക്ക് ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ആ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓയിലി സ്കിന്നിനൊക്കെ മാറ്റം വരുന്നതാണ്. നല്ലൊരു സ്കിന്നായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്.
പക്ഷേ നമ്മളിതിലേക്ക് ഓയിൽ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽ കുറച്ച് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ക്രീമിൻ്റെ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടാവും, അത് മാറിക്കിട്ടാൻ. പ്രത്യേകിച്ചും അരി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിക്കാവുന്ന ഒരു ഫീൽ ഉണ്ടാവും, അത് മാറിക്കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ദിയൂസ് ഹെർബൽസിൻ്റെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് കേട്ടോ. ഇത് തന്നെ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഗ്രേപ്പ് സീഡ് ഓയിലോ അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് ആ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. ചിലർക്കൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ പിമ്പിൾസ് ഉണ്ടാവും. ബാക്കി നമ്മുടെ മുഖത്തല്ലാതെ ബോഡിയിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഫേസിലും കൂടെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്കിൻ ടൈപ്പിന് സ്യൂട്ടായിട്ടുള്ള ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തന്നെ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ റൈസ് ക്രീം ഇവിടെ റെഡി ആയി കിട്ടും. ഇത്ര പണികളിൽ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് റൈസ് ക്രീം തയ്യാറാക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. എപ്പോഴും ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലൊക്കെ മാറ്റി വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസാജ് കൊടുക്കുക. ഒരു തരിതരിപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ട. മസാജ് ചെയ്തിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാത്രി മുഴുവനായിട്ട് വെക്കേണ്ട കാര്യമില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. ഇനി ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആയുർവേദിക് സോപ്പ് ഉപയോഗിച്ചിട്ടോ കഴുകി കളയുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൈസ് ക്രീം യൂസ് ചെയ്യേണ്ടത്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് ക്രീമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന റൈസ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്